പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് പഠിക്കേണ്ട സ്ത്രീരത്നം മീരാഭായ്. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതി, ദ്രൗപദി, കണ്ണകി, ഗാർഗി. മീര 9ാമത്തെ ധീരവനിത. എനിക്കാ ശ്രീകൃഷ്ണന്റെ പ്രതിമ വേണം. കുട്ടിയുടെ വാശി കൂടിക്കൂടി വന്നു. വീട്ടുകാർ വെട്ടിലായതുപോലെയായി. വീട്ടിൽ വന്ന സന്യാസി സംഘത്തിലെ പ്രമുഖനായ രവിദാസിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രതിമയാണ് ആ കുട്ടിയായ മീര ആവശ്യപ്പെട്ടത്. പ്രസിദ്ധ നാടുവാഴിയായ രത്തൻ സിംഗ് സന്യാസിമാർക്ക് ദാനം കൊടുക്കലാണ് തൻ്റെ തറവാടിൻ്റെ പാരമ്പര്യം എന്ന് ചിന്തിക്കുന്നയാളും, എന്നാൽ മീരയിലെ പരമഭക്തയെ തിരിച്ചറിഞ്ഞ രവിദാസ് അവൾക്ക് കൃഷ്ണഭക്തിയുടെ ദീക്ഷയും കൃഷ്ണപ്രതിമയും നൽകി യാത്രയായി. അന്നത്തെ കാലത്ത് അയിത്തമുണ്ടായിരുന്നെങ്കിലും സന്യാസിമാർക്ക് അയിത്തം ബാധകമല്ലായിരുന്നു. രവിദാസ് ചമാർ പറയ ജാതിയിൽപ്പെട്ട ആളായിരുന്നു. 1516 മീര കൃഷ്ണസ്തുതികളും നൃത്തവുമായി കഴിഞ്ഞുകൂടുമ്പോൾ വെറും 13ാമത്തെ വയസ്സിൽ റാണ സാംഖയുടെ മകൻ കുവർ ഭോജരാജാവിൻ്റെ സഹധർമ്മിണിയായി. ഭർത്തൃ വീട്ടുകാർ പ്രസിദ്ധ ശൂരവീരന്മാരും സാമ്രാട്ടുകളുമായതിനാൽ തങ്ങളുടെ മകന്റെ വധു പാടുന്നതും നൃത്തം ചെയ്യുന്നതും കുലപാരമ്പര്യത്തിന് വിരുദ്ധമാണെന്ന് കരുതി. അതുമൂലം മീരയ്ക്കേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. 5 വർഷം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ടതോടെ പീഡനം വർദ്ധിച്ചു. വിധവയായിട്ടും മീര പാടുകയും നൃത്തം ചെയ്യുകയും കൃഷ്ണനെ ഭർത്താവായി മനസ്സിൽ ധരിച്ച് പെരുമാറുകയും ചെയ്യുന്നത് ഭർത്തൃ വീട്ടുകാർക്ക് അസഹനീയമായി തീർന്നു. സഹികെട്ട മീര തുളസീദാസ് ഗോസ്വാമിയുടെ ഉപദേശം തേടി. വൃന്ദാവനത്തിൽ ചെന്ന് ജീവ എന്ന സുപ്രസിദ്ധ വൈഷ്ണവ ആചാര്യൽ നിന്നും ദീക്ഷ നേടി. അനേകം അത്ഭുതങ്ങൾ കാട്ടി മീരാഭായ് ഭാരതത്തിൽ പലയിടത്തും യാത്ര ചെയ്തു. അവസാനം ദ്വാരകയിലെ രൺഛോഡ്ജി ക്ഷേത്രത്തിൽ താമസമാക്കി. 1573 ഭർത്തൃ വീട്ടുകാർ മീരയെ തിരിച്ചു കൊണ്ടുപോകുവാൻ വന്നപ്പോൾ ഗിരിധര ഗോപാലിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീകോവിൽ കയറിയ മീര ഭഗവാന്റെ പാദങ്ങളിൽ തൻ്റെ പ്രാണൻ വെടിഞ്ഞു. തൻ്റെ അനശ്വരങ്ങളായ പദാവലികളിലൂടെ മേരേ തോ ഗിരിധര ഗോപാൽ ദുസരാന കോയി പ്രഭു എന്ന മീരാഭായിയുടെ സന്ദേശം ഇന്നും ജനകോടികൾ ഏറ്റുചൊല്ലുന്നു. ഉത്തരഭാരതത്തിൽ മീരയെക്കുറിച്ചുള്ള ഭക്തി നിർഭരമായ ഗാനങ്ങൾ പ്രശസ്ത ഗായകി ലതാ മങ്കേഷ്കറിൻ്റെ ഭജൻ മധുരമായ സ്വരത്തിൽ ഓരോ ഭവനങ്ങളിലും മുഴുകുകയാണ്. കൃഷ്ണഭക്തിയുടെ പ്രതീകമായിരുന്നു മീര. ഒരു ഭക്ത എത്രത്തോളം സമർപ്പണം ചെയ്യണം, എത്രത്തോളം ഭഗവാനെ സ്നേഹിക്കണം, നിസ്വാർത്ഥമായിട്ട് സ്വാർത്ഥതയില്ലാതെ ഭഗവാനെ സ്നേഹിച്ച പ്രണയിച്ച മീര സ്ത്രീരത്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായി ഗണിക്കപ്പെടുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.